അഡീനിയം അഥവാ ഡെസേർട്ട് റോസ് ലോ മെയിൻ്റനൻസ് ഉള്ള ഓർണമെൻ്റൽ ആയിട്ടുള്ള ഹൗസിംഗ് പ്ലാന്റ് ആണ്. ബോൺസായി ആയും പൂച്ചെടിയായും വളർത്തുന്ന ഇവയിൽ വർഷത്തിലുടനീളം പൂക്കൾ കണ്ടുവരുന്നു. സിംഗിൾ ലെയറായും ഡബിൾ ലെയറായും അഡീനിയത്തിൽ പൂക്കൾ കാണാം. എവർഗ്രീൻ പ്ലാന്റ് ആയ അഡീനിയം വരൾച്ചയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ചെടി കൂടിയാണ്. ചെടിച്ചട്ടികളിൽ വേണം അഡീനിയം നടാൻ. മണ്ണിലാണ് അഡീനിയം നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറിയൊരു മൺകൂനയുണ്ടാക്കി അതിനു മുകളിൽ വേണം അഡീനിയം നടാൻ. 5 മുതൽ 6 മണിക്കൂർ വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിക്ക് 15 മുതൽ 20 ദിവസം വരെ വെള്ളം ഇല്ലാതെ സർവൈവ് ചെയ്യാൻ കഴിയും. ഷെയ്ഡഡ് ആയ സ്ഥലങ്ങളിൽ അഡീനിയം വയ്ക്കുകയാണെങ്കിൽ ചെടിയുടെ ഗ്രോത്ത് കുറയുകയും പൂക്കൾ കുറയാൻ കാരണമാവുകയും ചെയ്യുന്നു. ചെടി നട്ടിരിക്കുന്ന മണ്ണ് 3 മുതൽ 4 ഇഞ്ച് വരെ ഡ്രൈ ആണോ എന്ന് തൊട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ചെടിക്ക് വെള്ളം നനയ്ക്കാനായി ശ്രദ്ധിക്കുക. ഓവർ വാട്ടറിങ് ചെയ്യരുത്. അതുപോലെ ഇലകളിൽ വെള്ളം നനയ്ക്കാതെ വേണം ചെടിക്ക് വെള്ളം നൽകാൻ. ഡ്രെയിനേജ് ഹോൾ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുകൂടെ ശ്രദ്ധിക്കുക. വിഡ്ത്ത് കൂടിയതും എന്നാൽ ഡെപ്ത് കുറഞ്ഞതുമായ ചെടിച്ചട്ടികൾ വേണം അഡീനിയം നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ പോട്ടിംഗ് മിക്സ്ചർ തയ്യാറാക്കുന്നതിനായി 50% മണൽ, 30% ഗാർഡൻ സോയിൽ, 10% ചാണകപ്പൊടി, 10% എല്ലുപൊടി എന്നിങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. മാസത്തിലൊരിക്കൽ വെർമി കമ്പോസ്റ്റും വളരെ കുറഞ്ഞ അളവിൽ ചാണകപ്പൊടിയും അഡീനിയം ചെടികൾക്ക് ഇട്ടുകൊടുക്കാനായി ശ്രദ്ധിക്കുക. അഡീനിയം ചെടികളിൽ പൂക്കൾ പൂക്കുന്നതിനും സ്റ്റെമ്മിൻ്റെ തന്നെ മോഡിഫിക്കേഷനായി അഡീനിയം ചെടികളിൽ കാണുന്ന കോർട്ടെക്സിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നതിനും പ്രൂണിംഗ് അനിവാര്യമാണ്. ചെടിയിൽ പൂക്കൾ കുറഞ്ഞു വരുന്ന സ്പ്രിംഗ് സീസണ് ശേഷമോ വേനൽക്കാല സമയങ്ങളിലോ ആണ് പ്രൂണിംഗ് ചെയ്യാൻ ഉചിതമായ സമയം. പ്രൂണിംഗ് ചെയ്യുമ്പോൾ കയ്യുറകൾ ധരിക്കാനായി ശ്രദ്ധിക്കുക. കൂടാതെ പ്രൂണിംഗ് ചെയ്ത ശേഷം ചെടിയുടെ പ്രൂൺ ചെയ്ത ഭാഗം വാക്സ് ഉപയോഗിച്ച് വെള്ളം കടക്കാത്ത രീതിയിൽ സീൽ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. മഴക്കാല സമയങ്ങളും മഞ്ഞുകാല സമയങ്ങളും പ്രൂണിങ്ങിനായി യാതൊരു കാരണവശാലും തിരഞ്ഞെടുക്കരുത്. പ്രൂണിങ്ങിനായി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ലായനി ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയ ശേഷം മാത്രം പ്രൂണിങ്ങിനായി ഉപയോഗിക്കുക. പൊതുവെ ചെടിച്ചട്ടികളിൽ നട്ടിരിക്കുന്ന ചെടികൾ റീപോട്ടിംഗ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പൂക്കൾ പൂക്കും. അഡീനിയം വർഷത്തിലൊരിക്കൽ റീപോട്ടിംഗ് ചെയ്യാം. ഫംഗസ് അറ്റാക്ക് തടയുന്നതിനായി റീപോട്ടിംഗ് സമയത്ത് ഫംഗിസൈഡ് ഉപയോഗിക്കാനായി ശ്രദ്ധിക്കുക. റീപോട്ടിംഗ് കഴിഞ്ഞ് 20 ദിവസത്തിന് ശേഷം 1 ഗ്രാം DAP മണ്ണ് ഇളക്കിയ ശേഷം ചെടിയുടെ വേരിൽ നിന്നും മാറി ഇട്ടുകൊടുക്കുക. കൂടാതെ എല്ലാ 15 ദിവസം കൂടുമ്പോഴും 1/4 സ്പൂൺ പൊട്ടാഷ് ചെടിക്ക് കൊടുക്കാനായും ശ്രദ്ധിക്കുക. അന്തരീക്ഷത്തിൽ ചൂടുള്ള സമയങ്ങളിൽ രാസവള പ്രയോഗം നടത്തുകയാണെങ്കിൽ ചെടി കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ രാസവള പ്രയോഗം നടത്താനായി ശ്രദ്ധിക്കുക. അഡീനിയം ചെടികളിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം നൈട്രജൻ വളങ്ങൾ ഉപയോഗിക്കാനായി ശ്രദ്ധിക്കുക. നൈട്രജൻ വളങ്ങളുടെ ഉപയോഗം കൂടുകയാണെങ്കിൽ ചെടിയിൽ പൂക്കൾക്ക് പകരം ഇലകളായിരിക്കും അധികമായി വളരുക. ആൽഫിഡ്സ്, മിലിബഗ്സ് എന്നിവ പെസ്റ്റായി കണ്ടുവരുന്നു. ഇവയെ തടയാനായി നീം ഓയിൽ ഉപയോഗിക്കുക. ചെടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവ് കാണുകയാണെങ്കിൽ ആദ്യ സമയത്ത് തന്നെ ആൻറ്റി ഫംഗൽ പൗഡർ ഉപയോഗിക്കുക. മറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനാണ് ചെടികളിൽ കാണുന്നതെങ്കിൽ ഇൻഫെക്ഷൻ കാണുന്ന സമയത്ത് തന്നെ ഇൻഫെക്റ്റഡ് ആയ ചെടിയെ മറ്റ് ചെടികളിൽ നിന്ന് മാറ്റി നശിപ്പിച്ചു കളയുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അഡീനിയം ചെടികൾ കൊണ്ട് പൂന്തോട്ടത്തെ മനോഹരമാക്കാം. ഇതുപോലുള്ള ചെടികളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അറിയുന്നതിന് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തുടർന്നുള്ള നോട്ടിഫിക്കേഷനുകൾക്കായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.